ഒരു ഫാനിൻ്റെ കപ്പാസിറ്റർ മാറ്റിയതും അതിൻ്റെ എമൗണ്ടും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നമ്മളെ വിളിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞത് ഒരു വടിയെടുത്ത് തട്ടണം, അല്ലെങ്കിൽ പതുക്കെ കറങ്ങുന്നുള്ളൂ തട്ടിയേ തന്നെ. അപ്പോൾ നമ്മൾ കഴിയുന്നതും 2.5 അല്ലെങ്കിൽ കപ്പാസിറ്റർ 2.5 എടുത്തിട്ടാണ് പോവാറ്. കെൽട്രോൺ എന്നുള്ള കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫാനിലുള്ള കപ്പാസിറ്റർ 2.5 25 MFT ആണ് വന്നിരിക്കുന്നത്. ഞാൻ 2.5 ആണ് ഉപയോഗിച്ചത്. ചിലത് 2 MFT വരും. 2 MFT വരുന്നേക്കാളും നല്ലത് 2.5 ഇട്ട് കൊടുക്കാൻ ബെറ്റർ കേട്ടോ. ഇപ്പോൾ ഞാനിതിൽ കാണിക്കുന്നതേ ഈ ഫാൻ നല്ല രീതിയിൽ ഹീറ്റായിരിക്കുന്നു. ഈ ഹീറ്റായ സമയത്ത് വെള്ളമാക്കുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നു. അത്രയും ചൂടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഈ ഫാനിൻ്റെ കപ്പാസിറ്റർ മാറ്റിയാൽ മാത്രം പോരാ, ഇതിൻ്റെ അടുത്ത് വരുന്ന ലീഫിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു അഴുക്കുണ്ട്. ഇത്രയും കട്ടിയിലാണ് വരിക. നമ്മൾ കപ്പാസിറ്റർ മാറ്റിക്കഴിഞ്ഞാലും ഈ ഇതും കൂടി പ്രോപ്പറായി ചെയ്താലാണ് ആ ഫാന് പ്രോപ്പറായിട്ട് കറങ്ങുക. കാരണം ചെറിയൊരു ബാലൻസ് പോയി കഴിഞ്ഞാൽ ഫാനിന് തീരെ കാറ്റുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിയൊരു എമൗണ്ട് എന്ന് പറയുന്നത് 250 ഉറുപ്പ്യാണ് വാങ്ങിയത് കേട്ടോ.